നമ്മുടെ പയ്യാമ്പലം പള്ളിയാമൂല സ്കൂളിന്റെ തൊട്ട് ഓപ്പോസിറ്റ് ആയിട്ടുള്ള അച്ചായൻസ് ഹബിലാണ്. നല്ല ഹോംലി ഫുഡ് എന്ത് വേണമെങ്കിലും കഴിക്കുക ഇവിടെ വന്നിട്ട്. ബാ കഴിച്ചു പോകാലോ. അപ്പൊ എന്തായാലും മിസ്റ്റർ അച്ചായൻ, നമ്മുടെ ഈ കടയുടെ മിസ്റ്റർ അച്ചായൻ, മിസ്റ്റർ മാത്യു ഇതാ ഇവിടെ ഉണ്ട്. ഹലോ. അപ്പം എന്തൊക്കെ ലിസ്റ്റ് ഒന്ന് വേഗം ഒന്ന് പറയാൻ പറ്റും? എന്തൊക്കെയുണ്ട് ഇവിടെ? എന്തൊക്കെയുണ്ടെന്ന് പെട്ടെന്ന് വെച്ചാൽ ഇപ്പോഴത്തെ വൈകുന്നേരത്തെ അവസ്ഥയ്ക്ക് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ പൊറോട്ട, ചപ്പാത്തി, കപ്പ ബിരിയാണി, പാൽക്കപ്പ, പഴംപൊരി, ബീഫ്, അങ്ങനെ പിന്നെയുള്ള ബീഫ് ഫ്രൈ, ചിക്കൻ കറി, പത്തൽ, നെയ്പത്തൽ, അങ്ങനെ അതിൻ്റെ കോമ്പിനേഷനായിട്ട് കറികളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. പിന്നെ അലമാരിയിലേക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇഷ്ടംപോലെ സുഖിയൻ, ബോണ്ട, പഴംപൊരി, ഉണ്ടക്കായി, അലമാരി നിറച്ച് കൽമാസ്. ഇവിടെ ആൾക്കാർ ഏറ്റവും കൂടുതൽ വന്ന് ചോദിച്ച് വീണ്ടും വീണ്ടും വന്ന് വാങ്ങിച്ച് കഴിക്കുന്നത് എന്താണ്? എന്താ വെച്ചാൽ ബീഫാണ്, ബീഫ് കറികളാണ്, ബീഫ് ഐറ്റംസ് ആണ്. കാരണം നമ്മൾ നല്ല ബീഫാണ് മേടിക്കുന്നത്, അതായത് ഒറിജിനൽ പോത്ത്, ബഫല്ലോ, കാള, പശു അല്ല. പിന്നെ മസാലക്കൂട്ട് നമ്മൾ സ്വന്തമായിട്ട് ഉണ്ടാക്കുന്നതാണ്. അതാണ് ഇവിടുത്തെ ഫുഡിന്റെ ടേസ്റ്റിന്റെ ഒരു സീക്രട്ട് എന്ന് പറയുന്നത് അല്ലേ? നമ്മളൊന്നും വിട്ടുവീഴ്ച ചെയ്യുന്നില്ല. നമ്മുടെ ലാഭം കുറഞ്ഞാലും നമ്മൾ പൊതുജനം, അതായത് ഒരു ദ്രോഹോപദ്രവം ഇല്ലാത്ത രീതിയിൽ കൂടെ പോവുക. ഞാൻ എന്തായാലും പാൽക്കപ്പയും കപ്പ ബിരിയാണിയും ബീഫും കൽമാസുമാണ് ട്രൈ ചെയ്യാൻ പോണത്. ബാ കഴിക്കാലോ. സോ നമ്മുടെ ചൂട് കൽമാസ് ഉണ്ട്. സി ദിസ് ഇസ് പാൽക്കപ്പ. അതിൻ്റെ കൂടെ നമ്മൾ ഈ ഒരു ബീഫ് മിക്സ് ചെയ്തിട്ട് വേണം നമ്മൾ കഴിക്കാനായിട്ട്. നല്ല രസമുണ്ട്. This is കപ്പ ബിരിയാണി. അച്ചായൻസ് ഹബിലെ അച്ചായനെയും ചേച്ചിയും കണ്ടപ്പോൾ എനിക്കൊരു ഡൗട്ട്. പോവല്ലേ, ചോദിക്കട്ടെ, ലവ് മാരേജ് ആണോ? കണ്ടോ എൻ്റെ ഊഹം തെറ്റിയില്ല, ലവ് മാരേജ് ആണ്. അപ്പം അന്നത്തെ കാലത്ത് 42 വർഷങ്ങൾക്ക് മുന്നേ കണ്ണൂരിൽ നിന്ന് അടിച്ചോണ്ട് പോയതാണ്. കണ്ണൂരിൽ നിന്ന് അടിച്ചോണ്ട് വന്നു, ഓടി വന്നു, അങ്ങനെ ഇരുട്ടിയിലേക്ക് ഓടിയതാണ്. ഓക്കെ അടിപൊളി. അതാണ് ഈ ഫുഡിനൊക്കെ ഇത്ര സ്വാദ്. ചേച്ചി എന്തൊക്കെ ഉണ്ടാക്കേണ്ടത്? ഞാൻ വീട്ടിൽ നിന്ന് ഉണ്ടാക്കുന്നത് ഉച്ചക്കത്തെ ചോറ്, രാവിലത്തെ പുട്ട്, പിന്നെ ചണ മസാല, ചെറുപയർ കറി, മുട്ട റോസ്റ്റ്, പാർട്സ് കറി, പിന്നെ ഉച്ചക്കത്തെ ചോറും ബിരിയാണി. പിന്നെ വൈകുന്നേരം ഇതെല്ലാം ബീഫ്, ചിക്കൻ കറി, ബീഫ് ഫ്രൈ, പിന്നെ കൽമാസ്, പത്തിരി, കബാബ്, അങ്ങനെ എല്ലാം ഉണ്ട്. ഇവരെല്ലാം എനിക്കെല്ലാം കട്ട് ചെയ്ത് തരും. ഞാനെല്ലാം ഉണ്ട്. അപ്പം കട്ടിങ്ങിന്റെ ആള് മകളാണ് അല്ലേ? അത് ശരി. എന്താ പേരെന്താ? സ്വപ്ന. ഓക്കെ. അപ്പം സ്വപ്നയുടെ എന്തെങ്കിലും സ്പെഷ്യൽ ഐറ്റംസ് ഉണ്ടോ ഇതില്? എൻ്റെത് കൽമാസ് ഉണ്ടാക്കും. പിന്നെ ബാക്കിയെല്ലാം നമുക്ക് ഹെൽപ്പ്. അമ്മ തന്നെ മെയിൻ ഷെഫ് അല്ലേ? ബീഫ് ഫ്രൈ നല്ല കിട്ടില്ല ഇവിടുത്തെ. പിന്നെ സ്പെഷ്യല് ചിലപ്പോൾ കൽമാസ് ഉണ്ടാവും, പിന്നെ അങ്ങനത്തെ ലഘു കടികളുണ്ടാവും. അപ്പം എന്താ നമ്മളുടെ അച്ചായൻസ് ഹബിൽ വന്നിട്ട് നല്ല പാൽക്കപ്പയും കപ്പ ബിരിയാണിയും ബീഫ് പെപ്പറും ഒക്കെ കഴിച്ച് ടേസ്റ്റ് കൂടുതലുള്ളത് കാരണം എന്താ പാർസലും മേടിച്ചുകൊണ്ട് ഞാൻ പോവുകയാണ്. സോ പയ്യാമ്പലം ഭാഗത്തേക്ക് വരുവാണെങ്കിൽ നമ്മുടെ പള്ളിയാമൂല സ്കൂളിൻ്റെ ഓപ്പോസിറ്റ് ആയിട്ടാണ് അച്ചായൻസ് ഹബ്ബ്. നല്ല അടിപൊളി ഹോംലി ഫുഡ് നല്ല ഉഷാറായിട്ട് ടേസ്റ്റ് ആയിട്ട് കഴിക്കാം കേട്ടോ. സോ മസ്റ്റ് ട്രൈ ആയിട്ടുള്ള ഒരു സ്പോട്ടാണ് ഈ ഒരു സ്പോട്ട്. അപ്പം അടുത്തൊരു സ്പോട്ടുമായിട്ട് നമുക്ക് വീണ്ടും നോക്കാം.